മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാൻ വളപ്പിൽ പ്രവീണാണ് മരിച്ചത്. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി. കുട്ടി മരുന്നുകളോട് അനുകൂലമായി പ്രതികരിക്കുന്നു. ചാലക്കുടി നഗരസഭയിലെ സൈറൺ മുഴക്കം നിലച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ നഗരസഭയ്ക്ക് കത്തു നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാൻ വളപ്പിൽ പ്രവീണാണ് മരിച്ചത്. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതേസമയം തൃശൂരിലെ വെടിമരുന്ന് ദുരന്തം കനത്ത ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിലയിരുത്തൽ പുറത്തു വന്നിട്ടുണ്ട്. മുതുതല കോഴിക്കാട്ടിൽ കുളിക്കാൻ വളപ്പിൽ പ്രവീണാണ് മരിച്ചത്. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. അതേസമയം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ 4 പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ. കാഞ്ഞിരക്കോട് സ്വദേശി സുരേഷ് സിയെ, കോട്ടപ്പുറം സ്വദേശി അഭിജിത്ത് എന്ന അഭി, മണക്കുടി സ്വദേശി വിഷ്ണു, കോട്ടപ്പുറം സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് കാണാതായത്. ഇവരുടെ എല്ലാം ബന്ധുക്കളുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു മൃതദേഹവും 29 ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ തിരഞ്ഞെത്തിയിട്ടുണ്ട്. നിലവിൽ 9 മൃതദേഹങ്ങളിൽ 8 പേരുടെയും മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു. ഒരാളുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. DNA ഫലം 3 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. ഒരാളുടെ DNA സാമ്പിൾ എടുക്കാൻ കാത്തിരിക്കുന്നു. എല്ലാ കണക്കുകളും ക്രോഡീകരിച്ച് വ്യക്തമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം തൃശൂരിലെ വെടിമരുന്ന് ദുരന്തം കനത്ത ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യതയിൽ ഉൾപ്പെടെയാണ് പരിശോധന. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തിയായി. അപകട കാരണം എന്താണെന്നതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് നിർണായകമാകും. ലൈസൻസ് ഉണ്ടെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നോ എന്നതും പരിശോധിച്ചു വരികയാണ്. അതേസമയം വെടിക്കെട്ട് സ്ഫോടനത്തിൽ ശരീരഭാഗങ്ങൾ തേടിയുള്ള പരിശോധന പൂർത്തിയായി. പ്രാഥമിക തെളിവെടുപ്പ് ADM പൂർത്തിയാക്കി. വെടിക്കെട്ട് നിർമ്മാണശാലയുടെ സമീപത്തുണ്ടായിരുന്ന കുളത്തിലെ പരിശോധനയും പൂർത്തിയായി. അവിടെ നിന്നും ശരീരഭാഗങ്ങൾ ഒന്നും കണ്ടെത്താനായില്ല. ചില വസ്തുക്കൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പിൾ ഫോറൻസിക് എടുത്ത ശേഷം പോലീസ് നിർദ്ദേശം അനുസരിച്ചായിരിക്കും ബാക്കി തീരുമാനം. മീഡിയ ടൈം, തൃശൂർ. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി. കുട്ടി മരുന്നുകളോട് അനുകൂലമായി പ്രതികരിക്കുന്നു. കുട്ടി കണ്ണുകൾ തുറക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനാകുമെന്ന് പ്രതീക്ഷ പങ്കുവച്ചു. ഒരുമിച്ച് കിടന്നുറങ്ങിയ സഹോദരന്മാർ. അവരിൽ ഇനി അവശേഷിക്കുന്നത് 10 വയസ്സുകാരൻ അനോഷ് മാത്രം. ആൽജോയുടെ വേർപാടിൻ്റെ തീരാനോവിലും കുടുംബത്തിന് ആശ്വാസമായി അനൂഷിൻ്റെ മടങ്ങിവരവ്. അനൂഷിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന വാർത്ത നാടിനും വീടിനും ആശ്വാസമായി. ഇന്നലെ അങ്കമാലിയിലെ ആശുപത്രിയിലെത്തി അച്ഛൻ സിൽജോയും അമ്മ ജോൺസിയും അനൂഷിനെ കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് കിടപ്പുമുറിയിൽ വെച്ച് 8 വയസ്സുകാരൻ ആൽജോയെയും ചേട്ടൻ അനൂഷിനെയും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പ് കടിച്ചത്. മീഡിയ ടൈം, അങ്കമാലി. ചാലക്കുടി നഗരസഭയിലെ സൈറൺ മുഴക്കം നിലച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ നഗരസഭയ്ക്ക് കത്ത് നൽകിയതോടെ ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് നടന്നത് അവസാനത്തെ സൈറൺ മുഴക്കമായി. ഇതോടെ അരനൂറ്റാണ്ടോളമായി ചാലക്കുടിയിൽ മുഴങ്ങിക്കേട്ടിരുന്ന സൈറൺ ഇനി ഓർമ്മയായി.
സൈറണിന്റെ പ്രവർത്തനം ഒരാഴ്ചയ്ക്കുള്ളിൽ നിർത്തലാക്കണമെന്നും സൈറൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം ഇപ്പോൾ നടപ്പിലാകുന്നില്ലെന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും 2026 ഫെബ്രുവരി 19 ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ജോയിന്റ് ഡയറക്ടർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ക്ലോക്കുകളും വാച്ചുകളും മൊബൈലുകളും സുലഭമല്ലാതിരുന്ന കാലത്ത് ചാലക്കുടിക്കാർ നഗരസഭയിൽ മുഴങ്ങിയിരുന്ന സൈറൺ കേട്ടാണ് സമയം അറിഞ്ഞിരുന്നത്. രാവിലെ 6-നും 8-നും, ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 6-നും രാത്രി 8 മണിക്കും നഗരസഭയിൽ സൈറൺ മുഴങ്ങിയിരുന്നു. റിഫ്രാക്ടറീസ് അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും കർഷകരും ഭക്ഷണം കഴിക്കുന്നതും പണിക്കിറങ്ങുന്നതും നഗരസഭയിലെ സൈറൺ വിളികളിലൂടെയായിരുന്നു. ആ സൈറൺ മുഴക്കമാണ് ഇപ്പോൾ ഓർമ്മയായി മാറിയത്. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള കാർമൽ കോളേജിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന നോവോ ടാലന്റ് സെനിത് സമ്മർ ക്യാമ്പിന് തിരശ്ശീല ഉയർന്നു. കോർപ്പറേറ്റ് ട്രെയിനറായ ഡോക്ടർ ജസ്റ്റിൻ തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതായത് പ്രകാശം പരത്തുന്നവരായിട്ട് മാറണം എന്നതിനെക്കുറിച്ചാണ് സിസ്റ്റർ പറഞ്ഞത്. നിങ്ങളെല്ലാവരും അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രകാശം പരത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിളക്കുകളായിട്ട് മാറണമെന്നാണ് ഞാൻ പലപ്പോഴും പറയുക. മെഴുകുതിരികളാവരുത് എന്നുകൂടി പറയാറുണ്ട്. സിസ്റ്റർ എത്രമാത്രം എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. മെഴുകുതിരിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കത്തി എരിഞ്ഞ് ഉരുകി തീരും. അത് കുറച്ച് സമയത്തേക്കിന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പക്ഷേ വിളക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. വിളക്കിൽ എണ്ണയുള്ളിടത്തോളം കാലം അതെന്ത് ചെയ്യും? അത് പ്രകാശിക്കും. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി വിളക്കുകളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഐ ആം വെരി മച്ച് ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എണ്ണയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളാകുന്ന വിളക്കിൻ്റെ ഉള്ളിൽ എണ്ണയുമുണ്ട്, ഓയിലുമുണ്ട്. തുടർന്ന് സോർട്ടിംഗ് യുവർ ഹാറ്റ്, നോ യുവർ സെൽഫ്, നോ അതേഴ്സ് എന്നീ വിഷയങ്ങളിലെ ക്ലാസുകൾ നയിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അമൽ ലോയിഡ് ആന്റണി, രാജേശ്വരി പി കെ, നിഷ വി, മെഡ്ലീന ജോളിഷ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. കൊടുങ്ങല്ലൂരിൽ ബന്ധുവിനോടൊപ്പം യാത്ര ചെയ്യവേ മോട്ടോർ സൈക്കിളിൽ നിന്നും വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. മതിലകം കൂളിമുട്ടം മേലേടത്ത് ഷാജഹാന്റെ ഭാര്യ 48 വയസ്സുള്ള സാബിറയാണ് ചികിത്സയിലായിരിക്കെ മരിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തായിരുന്നു അപകടം. ഹമ്പ് ചാടുന്നതിനിടയിൽ മോട്ടോർ ബൈക്കിന്റെ പിൻസീറ്റിൽ നിന്ന് വീണ സാബിറയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവ സമയത്ത് അതുവഴി വന്ന കയ്പമംഗലം MLA ടി ടൈസൺ തന്റെ കാറിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ AL ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ടാണ് സാബിറ മരണമടഞ്ഞത്. 10 ലിറ്റർ വ്യാജ മദ്യവുമായി സ്കൂട്ടർ യാത്രികനെ എക്സൈസ് സംഘം പിടികൂടി. വെറ്റിലപ്പാറ പാട്ടത്തിപ്പറമ്പിൽ സുധാകരനാണ് പിടിയിലായത്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KS സജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ വ്യാജമദ്യം കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുകേഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ, ജെയ്സൺ ജോസ്, CO സുധീഷ്, ജിതിൻ ബാബു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഹാദേവ പ്രതിഷ്ഠാ ദിനം ആചരിച്ചു. ക്ഷേത്രം തന്ത്രി തെക്കേത്താണിയിൽ മന നാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് ആറേലിൽ, സെക്രട്ടറി ഷീല ദിനേശൻ, വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. പുത്തൻചിറ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ 150-ാം ജന്മദിനാചരണവും ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവിന്റെ 124-ാമത് അനുസ്മരണവും ഏപ്രിൽ 26 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 24, 25, 26 മാതൃസംഗമമായിട്ടും പിതൃസംഗമമായിട്ടും 26 ഞങ്ങളുടെ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ പിതാവുമൊത്ത് ഇടയിലുമൊത്തുള്ളൊരു ദിവസമായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. തിരുനാൾ 9 ദിവസം പിന്നിട്ട് 26-ാം തീയതി ഞങ്ങളുടെ കൂട്ടുതിരുനാളും കൂടിയിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഈ നാടിൻ്റെ പ്രതിബദ്ധതയിൽ ആ നാടിനെ വളർത്തിയ ഉന്നമനത്തിലേക്ക് നയിച്ച വിശുദ്ധ മറിയം ത്രേസ്യയുടെയും ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവിൻ്റെയും ഈ പുണ്യാനുസ്മരണ ദിവസങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഒന്നു ചേർന്ന് പുത്തൻചിറയുടെ പുണ്യ ഭൂമിയിലേക്ക് ക്ഷണിക്കുന്നു. 26 ഞായറാഴ്ച ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ
മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മറിയം ത്രേസ്യയുടെ ജന്മഗൃഹത്തിലേക്ക് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ നടക്കും. 24-ന് മാതൃദിനവും 25-ന് പിതൃദിനവും ആഘോഷിക്കും. ദേവാലയ വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ, ഫാദർ അലൻ തെക്കുംപുറം, ഡേവിസ് പട്ടത്ത്, ജോസഫ് പടമാടൻ, ഡേവിസ് കൊരട്ടിക്കാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. തൃക്കണാമതലകം പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 25 കലശപൂജ, അഭിഷേകം, ശ്രീഭൂതബലി, പൂമൂടൽ, നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കൽ, എഴുന്നള്ളിപ്പ്, പ്രസാദൂട്ട് തുടങ്ങിയവ നടന്നു. വൈകിട്ട് അംബേദ്കർ നഗർ ശ്രീ ഭഗവതി മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവ നടന്നു. മുള്ളത്ത് ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു നമ്പൂതിരിപ്പാട്, മേൽശാന്തി ജയൻ മാമ്പറ്റമന എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മതിലകം BRCയുടെ നേതൃത്വത്തിൽ വേനൽ തനിമ 2026 എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം BRCയിൽ 2 ദിവസങ്ങളിലായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിൽ ആദ്യ ദിവസം കരകൗശലം വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം, കായിക മത്സരങ്ങൾ, ഷോർട്ട് ഫിലിം പ്രദർശനം എന്നിവ നടന്നു. SSK തൃശൂർ DPO KB ബ്രിജി ഉദ്ഘാടനം ചെയ്തു. മതിലകം BRC BPC NC പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ബാലവേദി പ്രവർത്തക ക്യാമ്പ് നടത്തി. പ്രസിഡന്റ് CD പോൾസൺ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി NS വിദ്യാധരൻ അധ്യക്ഷനായി. PK രത്നാകരൻ, ശ്രീജ എന്നിവർ സംസാരിച്ചു. രാജൻ നെല്ലായി, സുഭാഷ് മൂന്നുമുറി, പ്രകാശൻ ഇഞ്ചക്കുണ്ട എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പൊരിയുന്ന വെയിലിൽ കുളിരായി ചാലക്കുടി ടൗൺ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ തണ്ണീർ പന്തലൊരുക്കി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗം MM ഷക്കീർ അധ്യക്ഷനായി. പ്രസിഡന്റ് TP ജോണി, AM ഗോപി, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, വിൽസൺ പാണാട്ടുപറമ്പിൽ, KO തോമസ്, അനഘ, വിഷ്ണുപ്രിയ, അൽഫോൺസ ചാക്കോ എന്നിവർ സംസാരിച്ചു. മഴ പെയ്യുന്നതുവരെ തണ്ണീർ പന്തലിൽ ജ്യൂസ്, തണ്ണിമത്തൻ എന്നിവ വിതരണം ചെയ്യും. കൊടുംചൂടിൽ തളർന്നുവരുന്ന വഴിയാത്രക്കാർക്ക് കുളിർമയേകാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ, സ്ഥിരം സമിതി അധ്യക്ഷരായി വിനയൻ തോട്ടപ്പള്ളി, TS അഭിലാഷ്, ജനപ്രതിനിധികളായ ലിൻഡോ കറുത്തി, ഗിരിജ ശ്യാംകുമാർ, ജിൻസി റാഫീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി മരിച്ചു. മുതുതല കോഴിക്കോട്ടിരി കുളിക്കാൻ വളപ്പിൽ പ്രവീണാണ് മരിച്ചത്. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി. കുട്ടി മരുന്നുകളോട് അനുകൂലമായി പ്രതികരിക്കുന്നു. ചാലക്കുടി നഗരസഭയിലെ സൈറൺ മുഴക്കം നിലച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ നഗരസഭയ്ക്ക് കത്തു നൽകി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.